ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു സെൻറ്റൻസ് നോക്കുക. ഇത് ആരുടെ ഫോണാണ്? ഹൂസ് ഫോൺ ഈസ് ദിസ്? അതോ ഹൂസ് ഫോൺ ഈസ് ദിസ്? ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഒരു ഹൂസിൽ അപ്പോസ്ട്രഫി ഉണ്ട്, ഒന്നിൽ അപ്പോസ്ട്രഫി ഇല്ല. ഇത് രണ്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്തിരി കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ മെത്തേഡ് വഴി ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. എങ്ങനെ ഓരോന്നും കറക്റ്റ് ആയിട്ട് സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് കുറേ എക്സാമ്പിൾസ് വെച്ച് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് നോക്കാം. ഹൂസ്, ഹൂസ് അപ്പോസ്ട്രഫി ഇല്ലാത്ത ഈ ഹൂസ് എന്ന് പറയുമ്പോൾ ആരുടെ. ഓക്കെ, ആരുടെ എന്നൊരു മീനിങ് ആണ്. ഇതൊരൊറ്റ വേർഡാണ്. ഓക്കെ, ഇതൊരൊറ്റ വേർഡാണ്. ഇത് എന്ന് പറയുമ്പോൾ ആക്ച്വലി രണ്ട് വേർഡാണ്. ഓക്കെ, ഹൂ എന്ന വേർഡും ഈസ് എന്ന ഹെൽപ്പിംഗ് വേർബാണ്. ഓക്കെ, ലൈക്ക് ഹൂ ഈസ്. ഓക്കെ, ഹൂ ഈസ് എന്നതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ എന്താണ് ഹൂസ് എന്ന് പറയുന്നത്. ഹൂസ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരൊറ്റ വേർഡാണ്. ഇതെന്ന് പറയുന്നത് രണ്ട് വേർഡ് ഒരുമിച്ച് നമ്മൾ ചുരുക്കി പറയുക, കോൺട്രാക്ട് ചെയ്ത് പറയണം. ഓക്കെ, നമ്മൾ കേട്ടിട്ടില്ലേ കോൺട്രാക്ട് ചെയ്യുക, ചുരുക്കി പറയാമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് നോക്കാം. ഓക്കെ, ഇത് ആരുടെ ഫോണാണ്? ഓക്കെ, ഇത് ആരുടെ ഫോണാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ മീനിങ് ആണ് ആരുടെ എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഹൂസ് ഫോൺ ഈസ് ദിസ്? ഓക്കെ, ഇങ്ങനെയാണ് ചോദിക്കുക. ഹൂസ് ഫോൺ ഈസ് ദിസ്? ഓക്കെ, ഇത് ആരുടെ ഫോണാണ്? ഹൂസ് ഫോൺ ഈസ് ദിസ് എന്നാണ് ചോദിക്കുക. അടുത്തൊരു സിറ്റുവേഷൻ നോക്കുക. ഞാനൊരു ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഫോണിൽ. ഓക്കെ, അപ്പം എൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്, നീ ആരോടാണ് സംസാരിക്കുന്നതല്ലേ? ഓക്കെ, എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ആരോടാണ്. ഓക്കെ, എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിലായിരിക്കും ചോദിക്കുക, ഹൂസ്. ഓക്കെ, ഹൂസ് ഓൺ ദ ഫോൺ. ഓക്കെ, എന്നായിരിക്കും ചോദിക്കുക. ഹൂസ് ഓൺ ദ ഫോൺ. അവിടെ ശ്രദ്ധിക്കുക, ഹൂ ഈസ് എന്നതിനെ ചുരുക്കിയിട്ടാണ്. ഓക്കെ, നമ്മൾ ചോദിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ചോദിക്കുക? ഹൂ ഈസ് ഓൺ ദ ഫോൺ എന്നാണ് ചോദിക്കുക. ഓക്കെ, അതിനെ ചുരുക്കിയിട്ടാണ് ഹൂസ് ഓൺ ദ ഫോൺ എന്ന് ചോദിക്കുക. സോ ആരുടെ ഫോണാണ്? ഓക്കെ, ഇത് ആരുടെ ഫോണാണെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ, ആ ഒരു ഓണർഷിപ്പാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ, ഇത് ആരുടെയാണ് അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഹൂസ് ഫോൺ ഈസ് ദിസ് എന്നും, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ ഫോണിൽ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഹൂ ഈസ് അല്ലേ, ആരാണ്. ഹൂ ഈസ് എന്നതിനെ ചുരുക്കിയിട്ട് ഹൂസ് ഓൺ ദ ഫോൺ എന്നും ചോദിക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിപ്പോൾ ചോദിക്കുകയാണ് ഇത്. ഓക്കെ, ഇത് ആരുടെ കാറാണ്? ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദിക്കാൻ പറ്റും? ഇതേപോലെ തന്നെ ഹൂസ് കാർ ഈസ് ദിസ് അല്ലേ. ഓക്കെ, ഹൂസ് കാർ ഈസ് ദിസ്. ഓക്കെ, ഇത് ആരുടെ കാറാണ്? ഹൂസ് കാർ ഈസ് ദിസ് എന്നാണ് നമ്മൾ ചോദിക്കുക. അതേസമയം തന്നെ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ആ കാറിനുള്ളിൽ ആരാണുള്ളത്? ഓക്കെ, ആ കാറിനുള്ളിൽ ആരാണ് ഉള്ളത്? അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഹൂ ഈസ് എന്നതിനല്ലേ, ഹൂ ഈസ്. അപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം ഹൂസ്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും ചോദിക്കുക? ഹൂസ് ഇൻ ദ കാർ അല്ലേ. ആ കാറിനുള്ളിൽ ആരാണുള്ളതെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ ഹൂ ഈസ് ഇൻ ദ കാർ എന്നാണ്. അതിന് ഞാൻ ചുരുക്കിയിട്ട് എങ്ങനെയായിരിക്കും? ഹൂസ് ഇൻ ദ കാർ എന്നാണ് ചോദിക്കുക. ഹൂസ് ഇൻ ദ കാർ. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഒരു വീട്ടിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ് ഇതാരുടെ വീടാണ്? ഓക്കെ, ഇതാരുടെ വീടാണ്? എങ്ങനെയാണ് ചോദിക്കുക? ഹൂസ് അല്ലേ. നമ്മൾ ആരുടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൂസ് എന്നാണ് വരിക അല്ലേ. ഹൂസ് ഹൗസ് അല്ലേ. വീട് എന്ന് പറയുമ്പോൾ ഹൗസ് ഈസ് ദിസ് അല്ലേ. ഇത് ആരുടെ വീടാണ്? ഹൂസ് ഹൗസ് ഈസ് ദിസ്. അതേസമയം തന്നെ വീടിനുള്ളിൽ ആരാണ് ഉള്ളത്? ഓക്കെ, വീടിനുള്ളിൽ ആരാണ് ഉള്ളത് എങ്ങനെ ചോദിക്കാൻ പറ്റും? നമുക്കറിയാം ഹൂ ഈസ് എന്നായിരിക്കും ചോദിക്കുക നമ്മൾ. ഹൂ ഈസ്. അപ്പം നമ്മൾ ഹൂ ഈസിനെ ചുരുക്കിയിട്ട് എങ്ങനെയാണ്? ഹൂസ് എന്നായിരിക്കും പറയല്ലേ. ഹൂസ് വീടിനുള്ളിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഹൂസ് ഇൻ ദ ഹൗസ് അല്ലേ. ഓക്കെ, വീടിനുള്ളിൽ ആരാണ് ഉള്ളത്? ഹൂസ് ഇൻ ദ ഹൗസ്. സോ ഹൂ ഈസ് എന്ന് തന്നെയാണ് ഞാൻ ചുരുക്കിയിട്ട് പറയാം, ഹൂസ് ഇൻ ദ ഹൗസ് എന്ന് പറയാം. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരാൾ പുറത്ത് വന്നിട്ടുണ്ട്, ഹോസ്റ്റലിൽ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിൽ വന്നിട്ട് ചോദിക്കുകയാണ് ഇത് ആരുടെ അമ്മയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കാൻ പറ്റും? ഹൂസ് ഓക്കെ അല്ലേ, ആരുടെ അല്ലേ. ഹൂസ് മദർ ഈസ് ദാറ്റ്. ഓക്കെ, അത് ആരുടെ അമ്മയാണ്? ഹൂസ് മദർ ഈസ് ദാറ്റ് എന്നാണ് ചോദിക്കുക. ഇനി നമുക്ക് ഇത്രയും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ,
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഒരു സെൻറ്റൻസ് നോക്കാം. ഇത് ആരുടെ കമ്പ്യൂട്ടർ ആണ്? ഓക്കെ, ഇത് ആരുടെ കമ്പ്യൂട്ടർ ആണ്. കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എങ്ങനെയായിരിക്കും? ഹൂസ് ആയിരിക്കുമോ ഹൂസ് ആയിരിക്കുമോ? ഓക്കെ, ആരുടെ എന്നല്ലേ? ഓക്കെ, ആരുടെ കമ്പ്യൂട്ടർ അല്ലേ? സോ നമ്മൾ എന്താണ് പറയുക? ഹൂസ് അല്ലേ? ഹൂസ് കമ്പ്യൂട്ടർ. ഓക്കെ, ഇതല്ല, ഇതാണ് വരല്ലേ? ഹൂസ് കമ്പ്യൂട്ടർ ഈസ് ദിസ്. ഓക്കെ, ഇത് ആരുടെ കമ്പ്യൂട്ടർ ആണ് അല്ലേ? ഇനി അതുപോലെ തന്നെ അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ഓഫീസിൽ പോയിട്ട് ചോദിക്കുകയാണ്, മാനേജർ ആരാണ്? ഓക്കെ, ഓക്കെ, മാനേജർ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? ഹൂസ്, ഈ ഹൂസ് ആണോ അതോ ഹൂസ് ആണോ വരിക? ഓക്കെ, ആരാണ്? മാനേജർ അല്ലേ? ഇവിടെ ആരാണെന്നാണ് ചോദിക്കുന്നത്, ആരുടെയാണെന്നല്ല. ഓക്കെ, ആരാണ് മാനേജർ? സോ എങ്ങനെയാണ്? ഹൂ ഈസ് എന്നതിനെ ചുരുക്കിയിട്ടുള്ളത് ഇതാണ് വരല്ലേ? ഹൂ ഈസ്. ഹൂസ് അല്ല, ഹൂസ്. ഹൂസ് ദ മാനേജർ, അതായത് ഹൂ ഈസ് ദ മാനേജറിനെ ചുരുക്കിയിട്ട് എങ്ങനെയാണ്? ഹൂസ് ദ മാനേജർ അല്ലേ? അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരിക. ഇതല്ല വരിക, ഇതാണ് വരിക. അപ്പോസ്ട്രോഫി ഉള്ള എസ് ആണ് വരിക. അപ്പോസ്ട്രോഫി ഉള്ള ഹൂ ആണ് വരിക. ഓക്കെ, ഹൂസ്, ഹൂസ്. ഇനി അതുപോലെ മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ നോക്കാം. ഈ ബുക്കുകളെല്ലാം, ഓക്കെ, ഈ ബുക്കുകളെല്ലാം ആരുടേതാണ്? എങ്ങനെ ചോദിക്കാം? ആരുടേതാണ്, ആരുടെയാണ് എന്ന് ചോദിക്കണം അല്ലേ? അപ്പോൾ നമുക്കറിയാം ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ ഹൂസ് ആയിരിക്കും വരിക അല്ലേ? ഇതല്ല, ഹൂസ് ബുക്സ് ആർ ദീസ്. ഓക്കെ, അപ്പോൾ ഒരു ബുക്ക് എന്ന് മാത്രമല്ല, ലൈക്ക് ഒരു ബുക്കാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? ഹൂസ് ബുക്ക് ഈസ് ദിസ് എന്നാണ് ചോദിക്കുക. ഒന്നിലധികം ബുക്കുകളാണെങ്കിൽ നമ്മൾ ആർ ദീസ് എന്നാണ് ചോദിക്കല്ലേ? ഹൂസ് ബുക്സ് ആർ ദീസ് എന്നാണ് നമ്മൾ ചോദിക്കുക. ഇനി ഇതിലൊന്നും പറയാത്തൊരു കാര്യമുണ്ട്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ മെൻഷൻ ചെയ്യാത്തൊരു ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഹൂസ് എങ്ങനെയാണ് വരിക? ഈ ഹൂസ് വന്നത് എങ്ങനെയായിരുന്നു? ഹൂ ഈസ് എന്നതിനെ ചുരുക്കിയിട്ടല്ലേ? ഹൂ ഈസ് എന്നതിനെ ചുരുക്കിയിട്ട് കോൺട്രാക്ട് ചെയ്തിട്ടാണ് ഹൂസ് എന്ത് വന്നതല്ലേ? ഓക്കെ, ഹൂ ഈസ് ഓൺ ദ ഫോൺ, ഹൂ ഈസ് ഇൻ ദ കാർ അല്ലേ? അതിനൊക്കെയാണ് നമ്മൾ ചുരുക്കിയിട്ട് ഹൂസ് എന്ന് പറയുക. ഈ ഹൂ ഈസ് എന്നതിന് മാത്രമല്ല, നമുക്ക് ആക്ച്വലി വേറൊരു കാര്യത്തിനും കൂടി നമുക്ക് ചുരുക്കാൻ പറ്റും. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂ ഹാസ് എന്ന് പറയില്ലേ നമ്മൾ ചില സിറ്റുവേഷനിലൊക്കെ? ഹൂ ഹാസ്. ഈ ഹൂ ഹാസ് എന്നതിനെ നമുക്ക് ചുരുക്കിയിട്ട് ശ്രദ്ധിച്ചില്ലേ? ഹൂ ഹാസ്, അതായത് ലൈക്ക് ആ എച്ച് എ പോയി അല്ലേ? എന്നിട്ട് നമ്മൾ ചുരുക്കിയിട്ട് എങ്ങനെയാണ്? ഹൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഹൂ ഈസ് എന്നതിന് മാത്രമല്ല, ഹൂ ഹാസ് എന്നതിനും നമുക്ക് ചുരുക്കിയിട്ട് ഹൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആരാണ് ദുബായിൽ പോയിട്ടുള്ളത്? ഓക്കെ, എങ്ങനെ ചോദിക്കാൻ പറ്റും? ഹൂ ഹാസ് ബീൻ ടു ദുബായ് അല്ലേ? ഹൂ ഹാസ് ബീൻ ടു ദുബായ് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അതിലേക്ക് ചുരുക്കിയിട്ട് ഹൂസ് ബീൻ ടു ദുബായ്, ഹൂസ് ബീൻ ടു ദുബായ് എന്ന് നമുക്ക് ചുരുക്കി ചോദിക്കാൻ പറ്റും. ബട്ട് അത് വളരെ റെയർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ? ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമ്മൾ അറിയേണ്ട ഡിഫറൻസ്. ഓക്കെ, ലൈക്ക് ഹൂ ഈസ് എന്നതിനെ നമ്മൾ ചുരുക്കിയിട്ട് ഹൂസ് എന്ന് പറയും. പിന്നെ ഹൂ ഹാസ് എന്നതിനെ നമ്മൾ ചുരുക്കിയിട്ടും ഹൂസ് എന്ന് പറയും. പിന്നെ ആരുടെയാണ് എന്ന് മീനിങ് വരാനായിട്ടാണ് നമ്മൾ എന്താണ്? ഹൂസ്. ഓക്കെ, ഇതൊരൊറ്റ വേർഡാണ് അല്ലേ? ഇതെന്ന് പറയുമ്പോൾ ഒരൊറ്റ വേർഡാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് കോമെൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി.